എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. അപ്പം ഇന്നും നമ്മൾ സദ്ഗുരുവിൻ്റെ ബുക്കിൻ്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് 4 അധ്യായങ്ങൾ തീർന്നു. ഓക്കെ, ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തെ അധ്യായമാണ്, 5ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ ഹെഡിങ് സദ്ഗുരു എന്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ ഡിഡ് ഇറ്റ് ഓൾ ബിഗിൻ. ഇപ്പോൾ നമ്മൾ കർമ്മയെക്കുറിച്ച് കുറേയൊക്കെ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. ഓരോരുത്തരും കർമ്മയെക്കുറിച്ച്, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ കർമ്മയെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയവർ ഓരോ ബുക്ക് എഴുതാം, അത്രയ്ക്ക് നിങ്ങൾ റെഡിയായി. പക്ഷേ നമുക്ക് അതല്ല നമ്മുടെ ചിന്ത. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, നമുക്കെങ്ങനെ ഈ നെഗറ്റീവ് കർമാക്കളെ ഇനിയും കുറയ്ക്കണം എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് മനസ്സിൽ കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതിൽ അപ്പം ഇപ്പോൾ സദ്ഗുരുവിൻ്റെ ബുക്ക് റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കർമ്മയെക്കുറിച്ച് ആവശ്യത്തിന് മനസ്സിലാക്കി എടുത്തു. അപ്പം ഈ ബുക്ക് റിവ്യൂ ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ അത് സംബന്ധിച്ച് നമ്മുടെ വീഡിയോയെ സംബന്ധിച്ച് അതേ ടോപ്പിക്കായതുകൊണ്ട് നമ്മൾ ഇതും കൂടെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അതിൽ സദ്ഗുരുവിൻ്റെ ഇത്രയും വലിയ ഒരു മിസ്റ്റിക്കിൻ്റെ, അതായത് അദ്ദേഹത്തിന് നെറ്റിക്കണ്ണൊക്കെ ആക്ടിവേറ്റ് ആയതാണ്, ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആയതാണ്, എല്ലാ ചക്രങ്ങളും ആക്ടിവേറ്റ് ആയതാണ്, വലിയ ഒരു മഹാനാണ് അദ്ദേഹം. എങ്ങനെയൊക്കെയാ ധ്യാനലിംഗം, ഈശായോഗ സെൻറ്ററിൽ ധ്യാനലിംഗം ചെയ്തത്, അതിനൊക്കെ പെട്ട കഷ്ടങ്ങളെയൊക്കെ കുറിച്ച് അദ്ദേഹം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും അതൊന്നും അത്ര ചെറിയ കാര്യമല്ല. ആ ധ്യാനലിംഗത്തിൽ തന്നെ 7 ചക്രാസിനെയും, നമ്മുടെ ദേഹത്ത് ഉള്ള മുഖ്യ 7 ചക്രാസിനെയും അതിനകത്ത് അതിൻ്റെ പവറിനെ ആവാഹിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു മഹാൻ ഈ കർമ്മ എന്നൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തുവാ എന്നുള്ളത് നമുക്ക് അറിയണം, ഇല്ല? അങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിൽ ചില ചാപ്റ്റേഴ്സിൽ ഞാൻ വാക്കിന് വാക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് മൊത്തത്തിൽ വായിച്ചിട്ട് നമുക്ക് എന്ത് ആവശ്യം, നമ്മളിപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ഒരേ ടോപ്പിക്ക് തന്നെ ഹൈസ്കൂളിൽ ഒരു ലെവലിൽ വായിക്കും, കോളേജിൽ ഒരു ലെവലിൽ വായിക്കും, PhD ചെയ്യുമ്പം വേറൊരു ലെവലാകും. അപ്പം നമുക്ക് സദ്ഗുരുവിൻ്റെ ലെവലിലൊന്നും ഇപ്പം നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബേസിക്കായിട്ട് ആരോ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ലൈഫിനെ സിമ്പിളാക്കണം. ഒരുപാട് ഈ നൂലാമാലകളുടെ ഇടയിൽ കിടന്ന് കുരുങ്ങിപ്പോയാൽ അതിൽ നിന്ന് വെളി വരുന്നത് പ്രയാസമാണ്. അതാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്, നോ എൻറ്റാങ്കിൾമെൻറ്റ്. നോ എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അത് നമ്മളൊരു വല പിന്നി അതിനകത്ത് അകപ്പെട്ടു പോകരുത്. നമ്മൾ കൊച്ചുങ്ങളുടെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സിംഹം വലയിൽ മാട്ടിക്കൊണ്ടു അകപ്പെട്ടു, പിന്നെ ഒരു എലിയാണ് അതിനെ കടിച്ച് ആ വലയിലുള്ള ഇതെല്ലാം മാറ്റി അത്രയും വലിയ സിംഹത്തിനെ അതിൽ നിന്ന് വിടിവിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലേ? അതുപോലെ ഇപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇതല്ലയോ സ്പൈഡർ എന്ന് വെച്ചാൽ എന്തുവാ? ചെലന്തി. ഈ ചെലന്തി ഒരു വലിയ വല പിന്നും. ആ ചെലന്തിയുടെ വല പിന്നുന്നതൊക്കെ കണ്ടാൽ നമ്മളുടെ വീട് വയ്ക്കുന്നതിന് അടുത്തങ്ങ് വരത്തില്ല. അത്രയ്ക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അളന്ന് അറുത്ത് മുറിച്ച പോലെയാണ് ഒരു ചെലന്തി വല പിന്നുന്നത്. അതിൻ്റെ ചെലന്തി വലയുടെ ആ ഡിസൈൻ കണ്ടാലേ മാർവലസ് എന്ന് പറയും. അതിനുള്ള ചെറിയ ദേഹത്തിൽ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക്, അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, രസിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് കാണേണ്ട ഒരു കാര്യമാണ്. ഈ ഓരോ പ്രാണികളെടുത്തു നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അതിൽ ഈ 2 കാര്യം ഞാൻ എപ്പോഴും അതിശയിച്ചു പോകും. ഒന്ന്, മോർണിംഗ് ഞാൻ വാക്കിന് പോകുമ്പം, ഞാൻ കോട്ടയത്ത് ന്യൂസ് പ്രിൻ്റ് KVയിൽ ജോലി ചെയ്തപ്പം, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ന്യൂസ് പ്രിൻ്റ് നഗർന്നുള്ളത് കാട് കുടഞ്ഞെടുത്ത് ചെയ്തതാണ്.
അപ്പോൾ ചുറ്റിലും മരങ്ങളാണ്, വലിയ 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 മരങ്ങൾ, 100 വർഷം 200 വർഷം 500 വർഷം പഴക്കമുള്ള മരങ്ങൾ. അപ്പോൾ മരങ്ങളെല്ലാം കുറേ വെട്ടിത്തെളിച്ചാണ് അവിടെ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഓഫീസും മറ്റേ ന്യൂസ് പ്രിൻ്റ് ചെയ്യുന്ന ഫാക്ടറിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു സ്കൂളും KV ഉണ്ടാക്കി. അതിനുവേണ്ടി ഞങ്ങൾക്കുള്ള ക്വാർട്ടേഴ്സൊക്കെ തന്ന് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൽ ഞാൻ എപ്പോഴും വാക്കിംഗ് പോകും രാവിലെ. അവിടെ ക്വാർട്ടേഴ്സിൽ ഇരുന്നപ്പം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ പോയപ്പോൾ, രാവിലെ എന്ന് വെച്ചാൽ ഒരു 5:30 അവിടെ നല്ല റോഡൊക്കെയാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല അതിനകത്ത് കയറിയാൽ. അപ്പോൾ ഞങ്ങളൊക്കെ 5:30 5 മണിക്കൊക്കെ എണ്ണിച്ച് നടക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം 5:30 ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നപ്പം മുഖത്തിങ്ങനെ എൻ്റെ മുഖം പോയി ഒന്നിൽ പോയി ഇങ്ങനെ പെട്ടു. ഓ ദൈവമേ, ഒരുമാതിരിയായിപ്പോയി. അത് എന്തുവാന്ന് വെച്ചാൽ ചെലന്തി പിന്നിയ വല. ഓ, എനിക്ക് ഈ വലയൊക്കെ കാണുമ്പോഴേ ഒരു മാതിരിയാണ്. അത് ദൂരത്തിൽ നിന്ന് കണ്ട് രസിക്കാം, ഫോട്ടോ എടുക്കാം, ആളുകളോട് ഷെയർ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതിൻ്റെ ആ ജോമെട്രിക്കൽ രീതിയിൽ നമ്മളൊക്കെ കൈകൊണ്ട് വരച്ചാൽ തന്നെയും എവിടെയെങ്കിലും ചില ലൈനുകൾ തെറ്റിപ്പോകും, അങ്ങോട്ട് കോണയമാണേന്നൊക്കെ വരും. ഇത് അങ്ങനൊന്നുമില്ല. അങ്ങനെ ഈ സ്കെയിലും പെൻസിലും വെച്ച് വരച്ച് ഇട്ട പോലെയാണ് അതിൻ്റെ വല പിന്നക്കൽ. ഓരോ ഇങ്ങനെ ഈ സ്പൈക്കും പിന്നെ അതിൻ്റെ കുറുക്കെ ഉള്ളതും അതൊക്കെ കാണാനുള്ള ഒരു ഇതാണ്. പക്ഷേ അത് ഞാനിങ്ങനെ വേഗമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പോയി പെട്ടത് ആ ചെലന്തി വലയിലാണ്. ഓ, വല്ലാതായിപ്പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി ക്വാർട്ടേഴ്സിൽ നിന്ന് എൻ്റെ ടോർച്ച് ലൈറ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായേ എന്തു വലിയ വല. ഇവിടെ ഒരു മരം, റോഡിൻ്റെ ഇപ്പുറത്തൊരു മരം, അപ്പുറത്തൊരു മരം. ഈ 2 മരത്തിനിടയ്ക്ക് ഈ ഒരു രാത്രിയിൽ അത്രയും വലിയ ഒരു വല പിന്നണമെങ്കിൽ രാത്രി ഒരു 12 മണിക്കൂറെങ്കിലും അത് പാടുപെട്ട് കാണും. അതിൻ്റെ വായിൽ നിന്ന് വരുന്ന തുപ്പൽ വെച്ച് ഇവിടുന്ന് അവിടെ പോവുക, അവിടുന്ന് ഇവിടെ പോവുക, ഇവിടുന്ന് അവിടെ പോവുക, പോയിൻ്റ് ബൈ പോയിൻ്റ് ഇങ്ങനെയും പിന്നെയല്ലോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അതിനുള്ള ബ്രെയിന്, അതിനുള്ള ബുദ്ധി എത്ര, അതിനുള്ള ദേഹം എത്ര, അതിൽ നിന്ന് വരുന്ന വായിൽ നിന്ന് വരുന്ന തുപ്പൽ കൊണ്ടാണ് ഈ വല പിന്നുന്നത്. അപ്പോൾ അത് ഒരു അതിശയിക്കാനുള്ള ഒരു മാർവൽ ആണ്. നമ്മൾ പറയുന്നത് താജ്മഹൽ അങ്ങനെ, റെഡ് ഫോർട്ട് അങ്ങനെ, വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണെന്നൊക്കെ. ഈ അനിമൽസ്, ഈ പ്രാണികളടുത്തുനിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പം ഇത് പറയാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ചെലന്തി വല പിന്നുന്നല്ലോ. എന്തിനാണ് ചെലന്തി വല പിന്നുന്നത്? അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി, വേറെ ഒന്നിനുമല്ല. അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി. അപ്പം ചെറിയ ചെറിയ പൂച്ചകളാണ് അതിൻ്റെ ഇര. അപ്പോൾ ഈ ചെറിയ പൂച്ചകൾ ഇങ്ങനെ പറന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുപോയി മുഖം കൊണ്ടുപോയി ഇടിച്ച പോലെ ചെറിയ ചെറിയ പൂച്ചകൾ അതിൻ്റെ മേളിൽ വന്ന് പെടുമ്പം അതിൽ പെട്ടുപോകും. അപ്പം അതിലും ഇതൊക്കെ ഞാൻ ഒരുപാട് കീനായിട്ട് വാച്ച് ചെയ്യും. ഈ നടുക്കൊരു വട്ടം പോലെ ഇരിക്കും, അതിൽ നിന്നാണ് ഇങ്ങനെ ലൈനായിട്ട് വരുന്നത്. ആ നടുക്കുള്ള വട്ടത്തിൽ ഈ ചെലന്തി മിണ്ടാതിരിക്കും. ഇത്രയും വലിയ വല പിന്നിട്ട് അതിൻ്റെ ഇര തന്നെത്താനേ വന്ന് അകപ്പെടും. അതെടുത്ത് തിന്നാനാണ് ഇതിങ്ങനെ കാത്തിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പൂച്ചി, ഒരു ഇൻസെക്റ്റ് വന്ന് പെട്ടുപോയാൽ അപ്പം ചാടും അവിടെ, നേരെ അവിടെ പോയി അതിനെ പിടിച്ച് തിന്നും. അപ്പം ഈ ചെലന്തി ഇത്രയും ഇലാബറേറ്റായിട്ട് വിസ്തരിച്ച് ഒരു ചെലന്തി വല പിന്നുന്നു. പക്ഷേ ആ ചെലന്തി അതിനകത്ത് അകപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇന്നലെ എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് അതിൽ ചെലന്തി വല പിന്നുന്നതിനും ചെലന്തിയുടെ വലയിൽ നിന്നും നമ്മൾ പഠിക്കാനുള്ള പാഠം. അത് നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ താമര ഇലയിലെ വെള്ളം പോലെ അവിടെ ഇവിടെയുമായിട്ട് എവിടെയും പെട്ടുപോകാതെ അങ്ങനെ ഒരു ചുറ്റുകളി കളിച്ച് ഈ ജീവിതത്തിനെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പം എങ്ങനെ ഈ ഇത്രയും വലിയ വിസ്തരിച്ച ചെലന്തി വലയിൽ ആ ചെലന്തി അകപ്പെടാതെ ഇരിക്കുന്നോ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം വേണം. എല്ലാ സംഗതികളും വേണം, എല്ലാ ആൾക്കാരും വേണം, നമ്മളെ ചുറ്റിയുള്ളവരെല്ലാവരും വേണം. ആരെയും നമുക്ക് വെറുപ്പിക്കാനൊക്കത്തില്ല, ആരെയും വേണ്ട ഒന്ന് തള്ളിക്കളയാനൊക്കത്തില്ല. എന്നാലും
അതിൽ ഡീപ്പായിട്ട് പെട്ടുപോകരുത്. ഈ വളരെ ആഴത്തിൽ അതിനകത്ത് പോയി കുടുങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം തൊലഞ്ഞു, നമ്മുടെ ജീവിതം തകർന്നു എന്നർത്ഥം. ഓക്കെ, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതാണ് ഈ നോ എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് വെച്ചാൽ അകത്ത് പോയി അകപ്പെടുന്നത്. പിന്നെ അപ്പം അതൊരു പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊന്ന്. പിന്നെ ഇനിയൊരു കാര്യം, ചെലന്തിയുടെ കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ പറയട്ടെ. ഇത് ഞാനിപ്പം വലയൊക്കെ അടിക്കുമല്ലോ വീട്ടിൽ, ക്ലീനൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തിൽ വരെ ആ ചെലന്തി വല പിന്നത്തില്ല. ഇപ്പം ഞാൻ പൂജാമുറിയിലൊക്കെ നമ്മൾ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഹൈറ്റിന് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ മേലെയുള്ള ചെവിര് വെറുതെ കിടക്കുക. അപ്പോൾ ഈ ചെലന്തി ഉണ്ടല്ലോ, എവിടെ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നോ ആ ഭാഗങ്ങളിൽ മാത്രമേ വല പിന്നത്തുള്ളൂ. നമ്മൾ ഈ പടം വച്ചിരിക്കുന്നിടത്ത് ഇടയ്ക്ക് നമ്മൾ എപ്പോഴും അതായത് നമ്മൾ അടുക്കളയിലാണെങ്കിലും ശരി, പൂജാമുറിയിലാണെങ്കിലും ശരി, ഏത് ഭാഗത്താണെങ്കിലും ഏത് മുറിയിലാണെങ്കിലും ശരി, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലത്ത് ആ ചെലന്തി വല പിന്നത്തില്ല. അതിൻ്റെ കുറച്ച് ഉയരത്തിലേ അത് ചെലന്തി വല പിന്നത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും, ഈ ചെലന്തിക്ക് എങ്ങനെ അറിയാം ഞാൻ ഇത്രയും ഹൈറ്റിനെ ആ ഭാഗമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, ഈ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്? അത്രയും വരെ അത് അറിഞ്ഞിട്ടാണ് അത് അവിടെ ഒരു ചെറിയ ചെലന്തി വല പിന്നെ അതിനകത്ത് സേഫായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ, എത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെ. അപ്പം അതൊക്കെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ എന്തോ തന്നെ ഈ ഓട്ടപ്പാച്ചലിൽ ഓടി ജീവിച്ചാലും ഇതൊക്കെ നമുക്ക് കണ്ട് രസിക്കാൻ കുറച്ച് സമയം ചെലവിടണം. സമയം ചെലവിട്ടാൽ മാത്രം പോരാ, നമുക്ക് നമ്മളുടെ മനസ്സ് അതിൽ ലയിക്കണം. ഒരു ചെറിയ ഒരു പൂവിനെ കാണുന്നു, നമ്മൾ നട്ട് പിടിപ്പിച്ച ഒരു റോസ് ചെടി, അത് ആദ്യമായിട്ടൊരു മൊട്ട്, 2 ദിവസം കഴിഞ്ഞ് ആ മൊട്ട് വിടരുന്നു. അതിനെ കണ്ട് നിന്ന് രസിക്കാനും അതിൻ്റെ ക്രിയേറ്ററെ, അത് ഉണ്ടാക്കി തന്ന ദൈവത്തിനെ നമ്മൾ ഓർക്കാനും നന്ദി പറയാനും നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മൾ നേരെ ചൊവ്വേ നയിക്കുന്നു എന്നർത്ഥം. നമുക്ക് സമയമേ ഇല്ല ഇപ്പോൾ, അത് വേറെ കാര്യം. സമയം കണ്ടെത്തുന്നത് മാത്രമല്ല, മനസ്സ് വേണം. അപ്പോൾ എപ്പോൾ മനസ്സ് അതിന് ഈ ഒരു പൂവിലോട്ട് ലയിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ലൈറ്റായിട്ടിരിക്കണം. എപ്പം നമ്മുടെ മനസ്സിൽ ലഘുവായിട്ട് പറക്കുന്ന രീതിയിൽ ഇരിക്കുന്നോ അപ്പോഴേ ഇതൊക്കെ കണ്ട് രസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര തന്നെ ഭംഗിയുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് പോയാലും നമ്മുടെ മനസ്സ് അതിനകത്ത് ലയിക്കത്തില്ല. ഇപ്പം നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടിരിക്കണം, മനസ്സ് ലഘുവാക്കി വെക്കണം, കാറ്റി പറക്കുന്ന പോലെ ഇരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഒരുപാട് കർമാക്കൾ ചെയ്ത് കൂട്ടരുത്. ഒരുപാട് കാര്യങ്ങളിൽ മറ്റവരുടെ കാര്യങ്ങളിലൊക്കെ തലയിട്ട് വെറുതെ നമ്മുടെ തലയെ ചിന്തിച്ച് പുണ്ണാക്കരുത്. ഓക്കെ, രാവിലെ എണ്ണിച്ചോ, സന്തോഷം, നന്ദി പറയുക, അന്നന്ന കാര്യങ്ങൾ അതത് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ലഘുവായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ പ്രകൃതിയോടുകൂടി ഇണഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കർമാവിനെ കുറയ്ക്കണം. കർമാവിനെ കുറയ്ക്കണമെന്ന് വെച്ചാൽ നെഗറ്റീവ് കർമാവിനെ കുറയ്ക്കണം, പോസിറ്റീവ് കർമാവിനെ കൂട്ടണം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ 5ാമത്തെ ചാപ്റ്ററിൽ ഹൗ ഡിഡ് ഇറ്റ് ഓൾ ബിഗിൻ, ഇതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഇപ്പോൾ ഓരോ അധ്യായത്തിലും ഒരു ഹെഡിങ് കൊടുക്കുമല്ലോ, അതിൻ്റെ ഹെഡിങ്ങാണ് ഹൗ ഡിഡ് ഇറ്റ് ഓൾ ബിഗിൻ. ഇത് നിങ്ങൾ എത്ര പേര് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? ഞാനത് പലവട്ടം ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ആര്, ഇതൊക്കെ എങ്ങനെ തുടങ്ങി? ശരി, ഞാൻ പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സഞ്ചിത കർമ്മ, ഓക്കെ, എല്ലാം മനസ്സിലാക്കി. പക്ഷേ ഇത് തുടക്കം കുറിച്ചത് ആര്, ഇത് എവിടുന്ന് തുടങ്ങി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതാണ്, അതായത് ഇപ്പം സദ്ഗുരു
കർമ്മയെക്കുറിച്ച് ആവശ്യത്തിന് 4 ചാപ്റ്റേഴ്സിൽ പറഞ്ഞു തന്നു. ശങ്കരൻപിള്ളയുടെ കഥ തൊട്ട് തുടങ്ങി പല കാര്യങ്ങൾ, എക്സ്പെരിമെൻറ്റ്, എലിയുടെ എക്സ്പെരിമെൻറ്റും അതും ഇതും ഒക്കെ പറഞ്ഞ് ദേ ഇതാണ് കർമ്മ, ഇതാണ് വാസന, ഇതാണ് സംസ്കാരം, ഇങ്ങനെയാണ് എങ്ങനെ നമ്മുടെ കർമ്മ നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലും മെൻ്റൽ ബോഡിയിലും ആസ്ട്രൽ ബോഡിയിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു, അതിൻ്റെ ബാധിപ്പ് എത്ര ദൂരമുണ്ട്, അങ്ങനെയൊക്കെ നിറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും വന്നിരിക്കണം ഈ സമയത്ത്. അതായത് പഴയ നമ്മളുടെ പൂർവികരുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ജീൻസ് വഴി എടുത്തുകൊണ്ട് ഈ ദേഹത്തിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇല്ല എന്നല്ല, പക്ഷേ അതിന് പുറമേ അപ്പോൾ അവരുടെയൊക്കെ ചെയ്തു കൂട്ടിയ ഇതിൻ്റെ ഓർമ്മകളാണ് നമ്മളുടെ മനസ്സിലും ഉള്ളത്. ഓർമ്മകളാണ് ഈ ജീൻസ് വഴി ഓരോന്നായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർമ്മകൾ വരുമ്പം ഇതിൻ്റെ തുടക്കം എന്തുവാ, ഇതിൻ്റെ തുടക്കം കുറിച്ചത് ആര് എന്നാണ് സദ്ഗുരു കേൾക്കുന്നത്. ഇത് ഞാനും പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെ, ഇപ്പം എന്താണെന്ന് വെച്ചാലേ ഞാൻ സയൻസ് പഠിച്ചപ്പം എവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുവാ, ഈ പരിണാമ വളർച്ച. അതായത് ആദ്യം കല്ല് മണ്ണൊക്കെ ഉണ്ടായി, പിന്നെ ചെറിയ ചെറിയ ചെടികളുണ്ടായി, ചെറിയ പുല്ല് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ചെടികളുണ്ടാക്കി, പിന്നെ കൊടികളുണ്ടായി, പിന്നെ വലിയ വലിയ മരങ്ങളുണ്ടായി, പിന്നെ ചെടികളെല്ലാം മരങ്ങളെല്ലാം വലുതായി, പിന്നെയാണ് ഈ അനിമൽസ് പ്രാണികളുണ്ടായത്. പിന്നെ പ്രാണികളിൽ നിന്നാണ് പ്രാണികളെന്ന് പറയുമ്പോഴേ അതിനകത്ത് എന്തൊക്കെയാണ്, അമീബ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് അനിമൽ, അതായത് ഒരു സെല്ല്, അതിൻ്റെ ദേഹവേ ഒരു സെല്ലാണ്. അങ്ങനെ ഒരു അമീബയിൽ നിന്ന് തുടങ്ങി കുറേശ്ശെ ഈ പരിണാമ വളർച്ചയിൽ വലുതായി ഇന്ന് ഇത്രയും വലിയ ഒരു ദേഹം കൊണ്ട് ഒരു മനുഷ്യനെ പ്രകൃതി സൃഷ്ടിച്ചു. ഓക്കെ, പ്രകൃതി സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യക്കുരങ്ങിനും നമുക്കും ഒരേ DNA ആണ്. 98.6% ഒരേ DNA ആണ്, ഒരേ ജീനാണ്. ബാക്കിയുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ഒരു മനുഷ്യക്കുരങ്ങിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗുണങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, വളരെ വളരെ സ്വല്പമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പം അപ്പം ഒരു മനുഷ്യക്കുരങ്ങിൻ്റെ ബുദ്ധിയല്ല നമുക്ക് നല്ല ബുദ്ധിയുണ്ട്. വോലിഷൻ ഉണ്ട്. വോലിഷൻ എന്ന് വെച്ചാൽ നല്ലത് ചീത്ത എന്തുവാന്ന് അറിയാനുള്ള ബുദ്ധിയുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. ഫ്രീ വിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കാര്യമാണ് ഫ്രീഡം എന്ന് വെച്ചാൽ ഫ്രീ വിൽ, അതായത് നല്ലതേത് ചീത്തയേതെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ദൈവം വന്ന് ആരും നമ്മളടുത്ത് വന്ന് പറയുന്നില്ല, ദേ ഇത് നല്ലത് ഇത് നീ ചെയ്, അല്ലെങ്കിൽ ഇത് ചീത്ത ഇത് നീ ചെയ്യരുത് എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. ഫ്രീഡം എന്ന് വെച്ചാൽ ഫ്രീ വിൽ, അതിൻ്റെ പേരാണ് ഫ്രീ വിൽ. ഫ്രീ വിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നല്ലതും ചെയ്യാം, നല്ലത് ചെയ്യാനും തീരുമാനിക്കാം, ചീത്ത ചെയ്യാനും നമ്മൾ തീരുമാനിക്കാം. അപ്പം പിന്നെ അതിൻ്റെ വരാഴിക നമ്മൾ വെച്ച് അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ആരാ. ഇപ്പം അതിനെക്കുറിച്ചും ഇപ്പം എവല്യൂഷനെക്കുറിച്ച് ഞങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ വായിച്ച ഇതെല്ലാം ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ബിഗ് ബാങ് തിയറി എന്നൊരു തിയറി ഉണ്ട്, അത് വളരെ ഫേമസ് ആണ്. ഈ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ. ഇപ്പം മനുഷ്യന് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തോന്നും. അപ്പം ഈ ലോകമേ ഇത്രയും വലുത്, ഇത്രയും വലിയ ലോകം, ഈ ലോകം പോലെ കോടാനുകോടി അണ്ടങ്ങളും പേരണ്ടങ്ങളും നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അപ്പം ഈ ആകാശം എന്തുവാ, ആകാശം കഴിഞ്ഞുള്ളത് എന്തുവാ, ഇതുപോലെ സൂര്യൻ എന്തുവാ, ചന്ദ്രൻ എന്തുവാ, ഇതെന്തുവാ, നക്ഷത്രങ്ങൾ, ഇത്രയും നക്ഷത്രങ്ങളോ, എവിടുന്ന് ഇതൊക്കെ ഉണ്ടായി, ആരുണ്ടാക്കി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും.
ഓക്കെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ കർമ്മയുടെ തുടക്കം എങ്ങനെ എന്നുള്ളതും നമുക്ക് ചിന്തയിൽ വരുന്നത്. അങ്ങനെ വരുമ്പം സദ്ഗുരു 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇൻ്റലിജൻസ് ലീഡിങ് ടു മെമ്മറി. അതായത് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്തുവാ? ബുദ്ധി. മെമ്മറി എന്ന് വെച്ചാൽ എന്തുവാ? ഓർമ്മ. അപ്പം ഈ ബുദ്ധിയിൽ നിന്നാണ് നമുക്ക് പല ഓർമ്മകൾ ഉണ്ടാകുന്നത്. ഈ ബുദ്ധിയുള്ള കൊണ്ടാണ് ഓർമ്മകൾ. ബുദ്ധിന്നൊന്നും ഇല്ലെങ്കിൽ ഓർമ്മയില്ല. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്തുവാ? മനസ്സിൻ്റെ ഒരു ഭാഗമാണ് ബുദ്ധി. മനസ്സിനെ 4ആയിട്ട് പിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സ് തന്നെ, രണ്ടാമത് ബുദ്ധി, മൂന്നാമത് ചിത്തം, നാലാമത് അഹങ്കാരം. അപ്പം ഈ ബുദ്ധിക്കും ചിത്തത്തിനും എന്തുവാ വ്യത്യാസം? ബുദ്ധി എന്ന് പറയുന്നത് പഴയ മെമ്മറി. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സെന്നുള്ള 5 വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബുദ്ധിയിലാണ് പഴയ ഓർമ്മകളൊക്കെ നിൽക്കുന്നത്. അതേസമയത്ത് ചിത്തം എന്ന് പറയുന്നത് ഈ പഴയ മെമ്മറി ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പം ഈ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നമ്മളിന്ന് നമ്മളായിട്ട് ഇരിക്കുന്നത്. ബുദ്ധിയും മെമ്മറിയും വേണം നമുക്ക്. അപ്പം ആദ്യം തുടങ്ങിയപ്പം അത് സയൻറ്റിസ്റ്റ് വിജ്ഞാനികളെല്ലാവരും പറയുന്നുണ്ട്. ആദ്യം തുടങ്ങിയപ്പം ഈ അണ്ടം, പേരണ്ടം, ഈ യൂണിവേഴ്സ്, കോസ്മോസ് എന്നൊക്കെ പറയുന്നല്ലോ, ഇതിൽ ഒന്നുമേ ഇല്ലായിരുന്നു. തുടക്കമെന്ന് പറയുന്നത് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് വെട്ടവെളി. വെട്ടവെളി എന്ന് വെച്ചാൽ തുറന്ന് കിടക്കുന്ന ഒരു സ്ഥലം, വെട്ടവെളി. അതിന് ഒരു ഷേപ്പില്ല, ഒരു കളറില്ല, ഒരു സൈസില്ല, മണമില്ല, ഗുണമില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വെട്ടവെളിയിൽ ആണ് ഈ എന്തോ ഒരു സംഭവം നടന്നത്. ഓക്കെ, ആ സംഭവത്തിന് പിന്നാണ് വലിയ ഒരു ശബ്ദമുണ്ടായി, വെളിച്ചമുണ്ടായി. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നാണ് സദ്ഗുരു പറഞ്ഞു വരുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് സയൻറ്റിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആത്മീയതയിലും ഒരേ കഥയാണ്, വിജ്ഞാനികളും സയൻസിലും ഒരേ കോൺസെപ്റ്റ്, ഒരേ അർത്ഥമാണ് ഉള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പം ഇപ്പം ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇത് എത്ര വർഷത്തിന് മുമ്പേ നടന്നു, ഇത് ആരുണ്ടാക്കി, ഇതൊന്ന് ഇങ്ങനത്തെ ചർച്ചകളിലൊന്നും നമ്മൾ പെടരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബാങ് തിയറിയോ ഈ വെട്ടവെളിയോ അവിടുന്ന് എങ്ങനെ ആദ്യത്തെ ഒരു ജീവൻ ഉണ്ടായോ ഒന്നൊന്നും നമ്മളാരും അവിടെ പോയി നിന്ന് നോക്കിയിട്ടില്ല, നോക്കാൻ പറ്റത്തുമില്ല. അതൊക്കെ കടന്നുപോയ കാലങ്ങൾ. അപ്പം അത് ഏത് വർഷത്തിലാണ് തുടങ്ങിയേ, ഇത്രയും വർഷത്തിലാണ്, ഇതാര് തുടക്കം കുറിച്ചു, അങ്ങനത്തെ ചർച്ചകളൊന്നും നമുക്ക് വേണ്ട. ഇപ്പം നമ്മളുടെ കണ്ണി കാണുന്ന ഈ ലോകം തന്നെ നമുക്ക് ചുറ്റി കാണാൻ പറ്റിയിട്ടുണ്ടോ? ലോകം മുഴുവൻ നമ്മൾ പോയിട്ടുണ്ടോ? നമുക്ക് ഈ വീടായി, വീടായി, അമ്പലമായി, സ്കൂളായി, ഓഫീസായി, ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നതേ നമുക്ക് വലിയ പാടായിരിക്കുന്നു ദിവസവും. അപ്പം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനും ലോകത്തിനെ കടന്ന് എത്രയോ ലോകങ്ങളുണ്ട്. നമ്മുടെ ഈ ഭൂലോകം പോലെ എത്രയോ കോടാനുകോടി ലോകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഒരാൾ മനസ്സിലാക്കി എടുക്കുന്നതൊന്നും അത്ര കളിച്ച കാര്യമല്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ തുടക്കം കുറിച്ചത് ആരെന്ന് പറയുമ്പം സദ്ഗുരു ഒരു ചെറിയ കഥ പറയുന്നുണ്ട്. ഈ സദ്ഗുരുവിൻ്റെ ഈ കഥ ഞാൻ സദ്ഗുരുവിൻ്റെ പല പുസ്തകങ്ങളിലും പഠിച്ചിട്ടുണ്ട്. സദ്ഗുരുവിന് ഇത് പറയാൻ വലിയ ഇഷ്ടമാണ്. സദ്ഗുരു ശിവനെയാണ് ആദിയോഗി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 ദിവസത്തെ സൈലൻറ്റ് പ്രോഗ്രാമിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്തു, സംയമ പ്രോഗ്രാം എന്ന് പറഞ്ഞ്. ആ സംയമ പ്രോഗ്രാമിൽ ആദ്യം തുടക്കത്തിൽ കുറേ പാട്ടുകളും ശിവൻ്റെ പാട്ടുകളും എല്ലാം അവിടുത്തെ ഈശായോഗയിലുള്ള ആൾക്കാർ തന്നെ പാടി കാണിച്ചു. അതിൽ ശിവൻ്റെ പാട്ടുകളൊക്കെ ഈ സൗണ്ട്സ് ഓഫ് ഈശായിലിട്ട് നോക്കണം, ഒരുപാട് ശിവനെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്. അപ്പം സദ്ഗുരു ഓപ്പണായിട്ട് പറഞ്ഞതാണ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലയോ, ഇത്രയും നേരം ഇവരൊക്കെ പാടിയില്ലയോ, ആരെക്കുറിച്ചാണ് പാടിയത്? അതാണ് ആദിയോഗി, അതാണ് ശിവൻ. ആ ശിവനാണ് എൻ്റെ ഇഷ്ടദൈവം. ഏത് നമ്മൾ ചെയ്താലും നമ്മുടെ ഇഷ്ടദൈവത്തിനെ തൊഴുതിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നേരം ശിവനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഇവർ പാടി കാണിച്ചേ. അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സദ്ഗുരുവിന് ഒരു വിശ്വാസം.
അപ്പം അദ്ദേഹം പറയുന്നത്, ആ മഹാൻ പറയുന്നത് നമ്മളും കേൾക്കുക. വിശ്വസിക്കുന്നതും തള്ളിക്കളയുന്നതും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക്. കേൾക്കുക, വേണമെങ്കിൽ അത് എടുക്കുക, വേണ്ടെങ്കിൽ തള്ളിക്കളയുക. അതുകൊണ്ട് നമുക്ക് യാതൊരു ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ പറയുന്നതിൽ ഈ ശിവ എന്ന് പറഞ്ഞാലേ ഒന്നുമില്ല എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നത്തിങ്, നോ തിങ്, നത്തിങ് എന്നാണ് പറയുന്നത്. ഈ നോ തിങ്, നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശൂന്യതയാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ആ ശൂന്യതയിലായിരുന്നാണ് ഇത്രയും നമ്മൾ കാണുന്ന അറിഞ്ഞ് അറിയാത്ത കാണാത്ത അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കിയത് അതിൽ നിന്നാണ്. അപ്പം സദ്ഗുരുവിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ശിവൻ ഒരിടത്ത് വെറുതെ കിടന്നുകൊണ്ടിരുന്നപ്പം ശക്തിദേവി വന്നു. തമിഴിലൊരു ചൊല്ലുണ്ട്, ശക്തിയില്ലേൽ ശിവമില്ലേ, ശിവമില്ലേ ശക്തിയില്ലേ. അതറിയാം. പിന്നെ ശിവന് ശക്തിയില്ലെങ്കിൽ ശവം എന്ന് പറയും. ശവം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ദേഹം. അപ്പം അത് ശിവനെ താത്തുകെട്ടി പറയുന്നു എന്നല്ല അർത്ഥം. അതായത് ശിവൻ സ്റ്റിൽനെസ്സാണ്. സ്റ്റിൽനെസ് എന്ന് വെച്ചാൽ എന്തുവാ? അനങ്ങാതിരിക്കും. ഈ ശിവന് മെഡിറ്റേഷനിലിരിക്കുമ്പം കാലമായിട്ട് അനങ്ങാതിരിക്കാൻ പറ്റും. അതാണ് സ്റ്റിൽനെസ്. ഒരു അനക്കമില്ല. അങ്ങനെയാണ്. അപ്പം ഈ ശിവം, നത്തിങ്നെസ്, അനക്കമില്ലാത്ത ദേഹം, അനക്കമില്ലാത്ത ഒരു ശരീരം എന്നൊക്കെ പറയുമ്പം അവിടെ എനർജി ഇല്ല. അതുകൊണ്ട് ചലനങ്ങളില്ല. ചലിക്കാത്ത ഒരു ഒറ്റ ഇരിപ്പാണ് ഇരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ബേസിസിലാണ് പറയുന്നത് നമ്മളും 3 മണിക്കൂർ അനങ്ങാതെ ഒരു സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണം. പിന്നെ അത് 4 മണിക്കൂർ 5 മണിക്കൂറായിട്ട് മാറും. ആദ്യം നമ്മൾ തുടങ്ങുക ഒരു 15 മിനിറ്റ്, 1/2 മണിക്കൂർ, അങ്ങനെ. നൗ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. അപ്പം ശിവൻ അങ്ങനെ കൈയും കാലും നീട്ടി മിണ്ടാതെ കിടക്കുക, ഒരനക്കമില്ല. അപ്പം ശക്തി വരുന്നു. ശക്തി വന്ന് ശിവൻ്റെ അടുത്തിരുന്ന് ആ ശക്തിയെ പകർന്നു. അപ്പോഴത്തേക്ക് ശിവൻ ഉണരുന്നു. ശിവൻ ഉണർന്ന് ശിവൻ ഒരു ലിംഗരൂപത്തിലാണ് അപ്പം കാഴ്ച തരുന്നത്. അതായത് ഒരു ലിംഗരൂപമായിട്ട് മാറി. ഓക്കെ, അപ്പം ഈ ലിംഗരൂപം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ശിവലിംഗത്തിനെ നമ്മൾ പല രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കുന്നത്. ആ ശിവലിംഗം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലും ആൾക്കാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ശിവനും ശക്തിയും ഒന്നിച്ച് ചേർന്നപ്പോഴാണ് ഒരു ജീവൻ ഉണ്ടായത്. അങ്ങനെയാണ്, അതിനെയാണ് അപ്പോഴത്തെ ഒരു ശബ്ദത്തിനെയാണ് സയൻറ്റിസ്റ്റ്, വിജ്ഞാനികൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഒരു വലിയ ശബ്ദം ഉണ്ടായി. ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടായത് ശബ്ദവും വെളിച്ചവുമാണ്. ഒലി എന്ന് വെച്ചാൽ ശബ്ദം, ഒളി എന്ന് വെച്ചാൽ സൗണ്ട്. അതാണ് ഈ ഫസ്റ്റ് ഉണ്ടായ സൗണ്ടാണ് ഈ ബിഗ് ബാങ് തിയറി. അങ്ങനെ ഉണ്ടായപ്പം അതിന് പിന്നെയാണ് ഈ കോടാനുകോടി അണ്ടങ്ങളും ബ്രഹ്മാണ്ടങ്ങളും എല്ലാം അതിന് പിന്നെ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കി. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെക്കുറിച്ച് വർണ്ണിക്കുമ്പം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും വലിയ സൃഷ്ടി തുടങ്ങുമ്പം ഒന്നുമില്ലാത്ത ഒരു എംപ്റ്റിനെസ് നല്ല തുടങ്ങിയത്. അപ്പോൾ ആ എംപ്റ്റിനെസ്സാണ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ബുദ്ധിയുടെ തുടക്കം. ഒന്നുമില്ലാത്തതിൽ നിന്ന്
ഒന്ന് തുടങ്ങിയപ്പം അതാണ് ബുദ്ധിയുടെ തുടക്കം. പിന്നെ ഈ തുടങ്ങി ഓരോ ജീവജന്തുക്കളെല്ലാം ഉണ്ടാക്കി വന്നപ്പം അത് ഈ ഇൻ്റലിജൻസിനെ, ഈ ബുദ്ധിയിൽ കിട്ടുന്ന ബുദ്ധി അല്ലെങ്കിൽ അറിവിനെ ചേർത്ത് വെച്ചിരുന്നു. ചേർത്ത് വെച്ചത് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ട് വന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഓർമ്മകൾ, മെമ്മറി എന്ന് പറയുന്നത്. അപ്പം 2 രീതിയിലുണ്ട്. സദ്ഗുരുവിൻ്റെ ബുക്കിൽ നല്ല ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തുടക്കത്തിൽ ഒന്നുമില്ലാത്ത ഒരു വെട്ടവെളിയിൽ ആദ്യം ഉണ്ടായത് ഈ ബുദ്ധിയാണ്. ഈ ബുദ്ധി ഇങ്ങനെ ചേർന്ന് അതിനെ ഓർമ്മയായിട്ട് മാറ്റി. അതേ സമയത്ത് ഈ ബാക്കി ഈ കല്ല്, മണ്ണ്, മല, കാട്, വെള്ളം, കടൽ, പിന്നെ പ്ലാന്റ്സ്, പിന്നെ അനിമൽസ്, താവര ജന്തുക്കൾ, പിന്നെ ജീവജന്തുക്കൾ, ഇതൊക്കെ ഉണ്ടായപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ മെമ്മറിയാണ്, ഈ ഓർമ്മയാണ്. അപ്പോൾ ഈ ഓർമ്മയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അതായത് വെട്ടവെളിയിൽ ഒന്നുമില്ലാതിരുന്നപ്പം ഫസ്റ്റ് ഉണ്ടായതാണ് ബുദ്ധി. ബുദ്ധി ഇങ്ങനെ ചേർന്ന് തലമുറയായിട്ട് വരുന്നത്, പാസ് ഓൺ ചെയ്ത് വരുന്നത് മെമ്മറി, ഓർമ്മകൾ. ഒരു ഓർമ്മയല്ല, ഓർമ്മകൾ. പക്ഷേ ഈ പരിണാമ വളർച്ചയിൽ മറ്റതൊക്കെ വന്നപ്പം ഈ ഓർമ്മകളെയാണ് നമ്മൾ ഇൻ്റലിജൻസ്, ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പം ഒന്നും വേണ്ട, ഒരു പരീക്ഷയിൽ ഒരു കൊച്ചു എഴുതുന്നു. ആനുവൽ എക്സാമിൽ എന്തൊക്കെ അത് ഒരു വർഷം പഠിച്ചോ, അത് എന്തൊക്കെ അതിൻ്റെ ഓർമ്മയിലുണ്ടോ അതല്ലയോ അത് എഴുതുന്നേ. അപ്പം എഴുതിയാണ് മാർക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ മാർക്ക് വാങ്ങിക്കുമ്പോൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഇൻ്റലിജൻസ്. ആ ഇൻ്റലിജൻസ് എതിനെ വെച്ചാണ്, അതിന് കിട്ടുന്ന മാർക്ക് എതിനെ വെച്ചാണ്? അത് എത്ര പഠിച്ചു, എത്ര ഓർമ്മയിൽ നിർത്തി, ഓർമ്മയിലിരുന്ന് എത്ര എഴുതി എന്നുള്ളത് വെച്ചാണ് അതിന് മാർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ 2 കോൺസെപ്റ്റും വളരെ ക്ലിയറായിട്ട് തന്നെ പറയുന്നുണ്ട് സദ്ഗുരു. ഓക്കെ, അങ്ങനെ. പിന്നെ വേറെ 1-2 കാര്യങ്ങൾ. അപ്പം സദ്ഗുരു തന്നെ ചോദിക്കുന്നുണ്ട്, കർമ്മ എന്ന് പറയുന്നത് ചീത്തയാണോ? കർമ്മ എന്ന് പറയുന്നത് ഒരു ഭാരമാണോ നമുക്ക്? കർമ്മ എന്ന് പറയുന്നത് ഒരു തടസ്സമാണോ? കർമ്മ എന്ന് പറയുന്നത് ഒരു ശാപമാണോ? ഈ ശാപം എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ കൂടുതൽ കർമ്മ ചെയ്യുമ്പം ഈ പുനരഭി ജനനം, പുനരഭി മരണം എന്ന് ആ ഒരു ഇതിൽ ബർത്ത് ഡെത്ത് സൈക്കിളിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതല്ല. അതിൽ നിന്ന് നമുക്ക് വെളി വരാൻ പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ സദ്ഗുരു ചോദിച്ചിട്ട് സദ്ഗുരു തന്നെ ആൻസർ പറയുന്നു, ഇതൊന്നും കർമ്മ എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. നെഗറ്റീവ് എന്ന് വെച്ചാൽ ചീത്തയല്ല, അതൊരു ഭാരമല്ല. അതൊരു നമുക്ക് ആത്മീയതയിൽ മുന്നോട്ട് പോകാനും നമ്മളെ ഉണ്ടാക്കിയ ക്രിയേറ്ററിനെ, അതായത് ദൈവത്തിനെ മനസ്സിലാക്കാനും ഇതൊന്നും ഒരു തടസ്സമല്ല. ഓക്കെ, തടസ്സമായിട്ട് നമ്മൾ കാണരുത് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിലെ കർമ്മ ആസ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ പൂർവികർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കർമ്മ. ആ കർമാക്കളൊക്കെയാണ് നമ്മൾ മെമ്മറിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഈ മെമ്മറി നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ മെമ്മറി ഓരോ തലമുറയ്ക്ക് പാസ് ഓൺ ചെയ്യുന്നു? മെമ്മറി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അതിന് പാല് കൊടുക്കുമ്പം അതിന് എങ്ങനെ നാക്കുകൊണ്ട് ചപ്പി പാല് ചൊട്ടായിട്ട് ഉറിഞ്ചി കുടിക്കാൻ തോന്നുന്നു. അതിന് നമുക്ക് നോട്ട്ബുക്ക് വെച്ച് പടം വരച്ച് കാണിക്കാൻ നോക്കുമോ? അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ അതിന് സ്വയം ആ പണ്ടേ കാലത്തുള്ള മെമ്മറി അതിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് വായി കൊണ്ട് വെച്ച ഉടനെ അത് ചപ്പി കുടിക്കാൻ തോന്നുന്നത്. മനസ്സിലായി? അതുമാത്രമല്ല, നമുക്ക് മെമ്മറി ഉണ്ടെങ്കിലേ, ഈ കർമാക്കളുടെ പഴയ മെമ്മറി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കൊച്ച് തന്നെ താനെ ഇഴയുന്നു.
തന്നെത്താനെ എണ്ണിച്ച് നിൽക്കാൻ നോക്കുന്നു, തന്നെത്താനെ നടക്കുന്നു, തന്നെത്താനെ ഓടാൻ പഠിക്കുന്നു. നമ്മൾ സഹായിക്കും, പിച്ച വെച്ച് നടക്കുമ്പോൾ നമ്മൾ സഹായിക്കും. പക്ഷേ അത് ചെയ്യുന്നത് അതെല്ലാം അതിനകത്തുണ്ട്. അതിന് ജീവിച്ചാൽ മരിക്കുന്നവരെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അതിനകത്ത് ഉണ്ട്. ഒരു കുഞ്ഞിന് അതിൻ്റെ ഓരോ സെല്ലിലും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു വിത്ത് എടുക്കുന്നു, ആലമരത്തിൻ്റെ ഒരു ചെറിയ വിത്ത്, അത് ചെറുതാണ്. അതിനെ നമ്മൾ ഇടുമ്പം എന്ത് വലിയ മരമായിട്ട് അത് വളരുന്നു. അപ്പോൾ അത്രയും മരമായിട്ട് വളരാനുള്ള സംഗതികൾ, ഇൻഫർമേഷൻ ആ ചെറിയ വിത്തിനകത്തുണ്ട്. അപ്പം ഈ കർമ്മ എന്ന് പറയുന്നതോ ഈ ഓർമ്മകൾ എന്ന് പറയുന്നതോ ഇതൊന്നും ചീത്തയല്ല. അത് ചീത്ത നമ്മൾ വിചാരിക്കേണ്ട. എപ്പം നമ്മൾ ഈ നെഗറ്റീവ് കർമ്മ ചെയ്യുന്നോ അതാണ് നമ്മളെ ഈ കുരുക്കിലാക്കുന്നത്. അപ്പം നെഗറ്റീവ് കർമ്മ ചെയ്യാതിരുന്നാലേ മതി. ആൻഡ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കർമ്മ ചെയ്യാതിരിക്കാൻ ഒറ്റ വഴി എന്തുവാ? കോൺഷ്യസ് ലിവിങ്. കോൺഷ്യസ് ലിവിങ് വെച്ചാൽ മൈൻഡ്ഫുൾ ലിവിങ്, അല്ലെങ്കിൽ അവയർനെസ്സോടുകൂടി ജീവിക്കുക. 100% ബോധത്തോടു കൂടിയ ഒരു ജീവിതം നയിച്ചാൽ മതി. നമുക്ക് നെഗറ്റീവ് കർമ്മ വരത്തില്ല. ഇപ്പം ഒരാൾക്ക് ദേഷ്യം വരുന്നു, കണ്ണുമണ്ണ് കാണാതെ വഴക്കിടുന്നു. അതിനേക്കാട്ടിലും ദേഷ്യം വന്നോ, അത് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നു, അപ്പോൾ അതിനെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരാതെ വേണ്ട. ഈ ദേഷ്യം നമുക്ക് നല്ലതല്ല. ഈ ദേഷ്യം നമ്മളുടെ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, പ്രാണിക് ബോഡി, ഈ മൂന്നിലും നമ്മളെ അഫക്റ്റ് ചെയ്യും, ബാധിക്കും. 3 ലെയറിലും ഈ ദേഷ്യം നമ്മളെ ബാധിക്കും. അതും എല്ലാ ചീത്ത സ്വഭാവങ്ങളിലും വളരെ മോശമാണ് ഈ ദേഷ്യം. എന്നുവെച്ചാൽ ഈ ദേഷ്യമാണ് പ്രാണിക് ബോഡിയെ താറുമാറാക്കുന്നത്. അപ്പം ഈ ദേഷ്യം കുറച്ച് വരുമ്പോഴേ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ കുറച്ചും കൂടെ കൺട്രോൾഡായിട്ട് കൈകാര്യം ചെയ്താൽ നെഗറ്റീവ് കർമാസ് കുറയും. അതാണ് കോൺഷ്യസ് ലിവിങ്. ഓക്കെ, സോ ഈ കർമാസ്, നമ്മളുടെ പൂർവികരുടെ കർമാക്കളൊക്കെ നമുക്ക് ഓർമ്മകളായിട്ട് നമ്മൾക്ക് ജീൻസിൽ ഉള്ളതും അവരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കുള്ളതും ഒരളവിന് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മളായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. ഒന്നേ തൊട്ട് എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരാൻ ഒക്കത്തില്ല. എല്ലാം നമ്മുടെ ദേഹത്ത് ഇൻബിൽറ്റായിട്ടുണ്ട്. അത് ആ സമയത്ത് അതാത് സമയത്ത് തലപൊക്കി വരും. മനസ്സിലായോ? അപ്പം ഈ കർമ്മ എന്ന് പറയുന്നതോ ഈ ഓർമ്മകൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ബുദ്ധി എന്ന് പറയുന്നതോ മനസ്സ് എന്ന് പറയുന്നതോ ഒന്നും ചീത്തയല്ല. ഓക്കെ, ഇതെല്ലാം ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുകയില്ല. ഈ മനസ്സില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പഴയ ഓർമ്മകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ക്ലാസ്സിൽ പോന്നു, മലയാളം ആദ്യം തൊട്ട് എഴുതാൻ പഠിക്കുന്നു, അതൊക്കെ വേറെ കാര്യം. അത് പഠിച്ചാൽ പഠിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ബേസിക്കലായിട്ട് ഒരു ജീവൻ ജനിച്ചാൽ, ഈ ഭൂമിയിൽ ജനിച്ചാൽ അതിന് ഒടുക്കം വരെ ജീവിക്കാനുള്ള പല കാര്യങ്ങൾ അതിനകത്ത് ഓൾറെഡി ബിൽറ്റിൻ ആണ്. ഓക്കെ, അപ്പം ഇതൊന്നും നമുക്ക് തെറ്റല്ല, ഇതൊന്നും വേണ്ടാത്ത കാര്യങ്ങളല്ല എന്നാണ് സദ്ഗുരുവും പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നു 5ാമത്തെ ചാപ്റ്ററിൽ. അപ്പം പാർട്ട് 1 ഈ 5 ചാപ്റ്റേഴ്സാണ്. അപ്പം നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്തത് പാർട്ട് 2 അപ്പോൾ പാർട്ട് 2 ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. പിന്നെ വലിയ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്, 4 അധ്യായങ്ങൾ. ഒന്ന് കർമ്മയോഗ. കർമ്മയോഗ എന്ന് വെച്ചാൽ എന്തുവാ? എനിക്ക് പിന്നെയും എനിക്ക് എന്തുവാ സന്തോഷമെന്ന് വെച്ചാൽ, സദ്ഗുരു അത്രയും വലിയ മഹാൻ ഇത്രയും ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇത്രയും പറഞ്ഞല്ലോ. ഇതെല്ലാമേ നമ്മൾ ഈ ബുക്ക് റിവ്യൂവിന് മുമ്പേ പഠിച്ചു കഴിഞ്ഞു. കർമ്മയോഗിന്ന് നമ്മൾ ഒരു വീഡിയോ തന്നെ കണ്ടു, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബുക്ക് റിവ്യൂ ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തുവാ
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർമ്മയോഗി എന്ന് വെച്ചാൽ എന്തുവാ അത് അറിയണം. അറിയുന്നതിൽ തെറ്റില്ലല്ലോ. ഓക്കെ, അതാണ്. അപ്പം ഒരു ചാപ്റ്ററിൽ കർമ്മയോഗ എന്ന് വെച്ചാൽ എന്തുവാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ചാപ്റ്റേഴ്സ് അല്ലേ, ഈ കർമ്മ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, മെൻ്റൽ ബോഡി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ആസ്ട്രൽ ബോഡി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് വളരെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സോ ഇനി നമുക്ക് മെയിനായിട്ട് 4 വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒരു ഡിഗ്രിയെ എടുക്കാം, മാസ്റ്റർ ഓഫ് കർമ്മ. അങ്ങനെയാണ് ഒരു പഠനം, ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനകത്ത് PhD എടുക്കാം, നമുക്ക് ബോർഡ് ഇടാം, വേണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്ലാസ്സും എടുക്കണ്ട, ബോർഡും ഇടണ്ട, ഒന്നും ചെയ്യണ്ട. അവനവൻ്റെ ജീവിതത്തിനെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകാം, നമുക്കിനി അതിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. സാഹചര്യം ഒക്കുന്നവർ ആ ബുക്കും കൂടെ വായിച്ച് നോക്കുക ഒക്കുന്നെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, ഓരോ വാക്ക് ബൈ വാക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തല്ല തരുന്നേ, 2 or 3 പ്രാവശ്യം വായിക്കും. അതിലൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ബുക്ക് 2022 വാങ്ങിച്ചു, അപ്പം തന്നെ വായിച്ചു ഒരു പ്രാവശ്യം. ഞാൻ വായിക്കുമ്പം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെ വീണ്ടും എടുത്ത് ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് വേറെ മാതിരിയാണ്. ആദ്യം ഞാൻ വായിച്ചത് 2 കാര്യത്തിന്. ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ, രണ്ടാമത് അതിനെ രസിക്കാൻ. ഏതൊരു ബുക്ക് വായിക്കുമ്പോഴും അതിനെ രസിക്കാൻ അറിയണം. ഞാൻ നല്ലപോലെ രസിച്ചാണ് അത് വായിച്ചത്. പക്ഷേ വായിച്ചു, അത് ഒരുവിധം മനസ്സിലാക്കിയെടുത്തു, അതോടെ ശരി, അങ്ങനെ വിട്ടു. പക്ഷേ ഇപ്പം ഈ വീഡിയോയ്ക്കായിട്ട് വായിക്കുമ്പം അതിൻ്റെ കണ്ണോട്ടം വേറെയാണ്. ഇപ്പം ഒരു കാര്യം ഞാൻ മനഃപൂർവ്വം മാറ്റി, ഇതിൽ നിന്ന് ഞാൻ തന്നില്ല. അതായത് സദ്ഗുരു 8 മെമ്മറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഒന്നാമത്തെ കാര്യം, അതൊക്കെ ഇംഗ്ലീഷിലാണ് സദ്ഗുരു പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിലുള്ള വാക്കുകളാണ്. അപ്പോൾ അതെല്ലാം ഈ ഗൂഗിളിൽ ഇട്ട് നോക്കിയാൽ താറുമാറായിട്ടാണ് അത് തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട, നമ്മളുടെ ഈ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് എന്ത് വേണം അത് മാത്രം നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ റിവ്യൂ എല്ലാം കേട്ടിട്ട് സപ്പോസ് നിങ്ങൾ ബുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പം വത്സമ്മ ഇത് പറഞ്ഞില്ലല്ലോ, വത്സമ്മ അത് പറഞ്ഞില്ലല്ലോ ഒന്ന് വിചാരിക്കരുത്. എന്നുവെച്ചാൽ ചില കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് പോകുമ്പം ഞാൻ അതൊക്കെ അങ്ങ് കുറച്ച് മാറ്റും. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ പറഞ്ഞാലും നമുക്ക് തല പെരുത്ത് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എന്നാലായത് നല്ല രീതിയിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയുന്നുണ്ട്. ബാക്കിയും കൂടെ നമ്മൾ തീർക്കാം. സന്തോഷം.